ലീഗ് രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട മസാല ഇനമാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാർത്തകൾ വടക്ക് നിന്ന് വന്നുകൊണ്ടേയിരിക്കും, പ്രത്യേകിച്ച് പാണക്കാട്ട് നിന്ന് അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്ന്. അപ്പോൾ ഇപ്പോഴത്തെ വാർത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണല്ലോ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വന്നിരിക്കുന്നൊരു വാർത്ത ലീഗ് ശരിക്കും മണ്ണിട്ട് മൂടിയ ഒരു ചരിത്രത്തെ വീണ്ടും ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന് അവരെ തന്നെ ചോദ്യം ചെയ്യുന്നൊരു ചിത്രമാണ്. ഹരിത എന്നൊരു സംഘടന സാറ് കേട്ടിട്ടുണ്ടാവും. ഒരു 5 കൊല്ലം മുമ്പുള്ള കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു. പ്രധാനം എന്ന് പറഞ്ഞാൽ ലീഗ് രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള എല്ലാവരും. ഹരിത എന്ന പേര് മുസ്ലിം ലീഗിൻ്റെ എല്ലാ സംഘടനകളിലും വനിതാ വിങ്ങുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ വിദ്യാർത്ഥി സംഘടനയായ MSFൻ്റെ വനിതാ വിങ്ങിന് മാത്രം ഹരിത എന്ന് പേരിട്ടു. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം, വേറെ ആയാലൊന്നുമില്ല. MSF വനിതാ വിങ് എന്ന് പറഞ്ഞാൽ മതി. വനിതാ ലീഗ് സംഘടനയുണ്ട്, യൂത്ത് ലീഗിൻ്റെ വനിതാ വിങ് എന്ന് പറയാം, അതുപോലെയൊക്കെയുള്ള സംഘടനയത്. പക്ഷേ ഈ ഹരിത വലിയ കുഴപ്പമുണ്ടാക്കി. ഹരിതയിൽ കുറച്ച് കുട്ടികൾ, പുതിയ വിദ്യാഭ്യാസവും ഒക്കെയുള്ള കുട്ടികൾ, നന്നായി സംസാരിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് LLBക്ക് പഠിക്കുന്ന കുട്ടികൾ, അവരൊക്കെ ഇതിനകത്ത് പതുക്കെ വല്ലാത്തൊരു ലിംഗപരമായ പ്രശ്നം അനുഭവിക്കാൻ തുടങ്ങി. MSFൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന PK നവാസ് ഇപ്പോഴും, അപ്പോൾ അദ്ദേഹം ഈ പെൺകുട്ടികളെ പരസ്യമായി കമ്മിറ്റിയിലിട്ട് ആക്ഷേപിക്കാനും ഒക്കെ തുടങ്ങി. ഹരിതയുടെ പ്രതിനിധികൾ സംസ്ഥാന MSFൻ്റെ കമ്മിറ്റിയിലുണ്ട്, വനിതാ പ്രതിനിധികൾ. അപ്പോൾ അവരെ ആക്ഷേപിക്കാൻ തുടങ്ങി, അവരെ വേശ്യകളെന്നൊക്കെ പലതരത്തിലുള്ള ആക്ഷേപവാക്കുകൾ പറഞ്ഞു എന്നൊക്കെയാണ്. അത് വലിയ ഇഷ്യൂ ആയി. ഈ ഹരിതയുടെ പെൺകുട്ടികൾ പോയി കോഴിക്കോട് കസബ സ്റ്റേഷൻ കേസ് കൊടുത്തു. ഒരു ഭാഗത്ത് കേസ് കൊടുത്തതിന് ശേഷം പാണക്കാട് തങ്ങൾക്ക് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റിന് കേസ് കൊടുത്തു, പരാതി കൊടുത്തു. ഇതൊക്കെയാണ് 2021 സംഭവ വികാസം. കുറേ ദിവസത്തെ വാർത്തകളായിരുന്നു അത്, പേർത്തും വന്ന വാർത്തകൾ. അതിനുണ്ടായൊരു ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഉടനെ ലീഗ് ചെയ്തത് സംഘടനക്കെതിരായി കേസ് കൊടുത്തത് ശരിയായില്ല, കേസ് പിൻവലിക്കണം എന്ന സമ്മർദ്ദം. ഇത് പെൺകുട്ടികളാണ്, അവർ പരമാവധി പറഞ്ഞു നോക്കി, പക്ഷേ തങ്ങളുടെ തിട്ടൂരത്തിന് അവർ വഴങ്ങി. അവസാനം കേസ് എനിക്ക് തോന്നുന്നു പിൻവലിക്കുകയോ ഒത്തുതീർപ്പാക്കുകയോ ചെയ്തു. എന്നുവെച്ചാൽ PK നവാസിനെതിരെ കേസില്ല. 2, അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, PK നവാസിനെതിരെ പരാതി ആണല്ലോ ഉന്നയിച്ചത്. പരാതി ഉന്നയിക്കപ്പെട്ട നവാസിനെതിരെയോ നവാസിന് കൂട്ടുനിന്ന നവാസിന് അനുകൂലമായൊരു ഗ്രൂപ്പ് വന്നു, അവർക്കെതിരായിട്ടൊരു ഗ്രൂപ്പ് വന്നു. ഇതിൽ ആർക്കെതിരെയും ഒരു നടപടിയുമില്ല. നടപടി വന്നത് ആർക്കെതിരെയാണെന്നറിയോ? ഹരിത പിരിച്ചുവിട്ടു. പാണക്കാട് തങ്ങളെ ഏകപക്ഷീയമായി MSFൻ്റെ ഒരു വനിതാ വിങ്ങിനെ പിരിച്ചുവിടാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ചെയ്യാൻ പാടുണ്ടോ, അതിന് ഭരണഘടനയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും സംഭവിച്ചതാണ്, ഹരിത വേണ്ട എന്ന് പാണക്കാട് തങ്ങൾ തീരുമാനിച്ചു. അതാണ് ആ എപ്പിസോഡ്. പിന്നെ കുറച്ച് കാലത്തേക്ക് യാതൊരു മിണ്ടാട്ടവുമില്ല, വലിയ ഒച്ചപ്പാടായി, പ്രശ്നമായി, പെൺകുട്ടികൾ മൊത്തം ഈ മുസ്ലിം ലീഗിനെതിരായി ചിന്തിക്കുന്നു എന്ന അവസ്ഥ വന്നു. 2024 പിന്നെ ഇവർ ചെയ്തതെന്ന് വെച്ചാൽ, വളരെ ആലോചിച്ച് ഹരിതയെ പുനഃസ്ഥാപിക്കുകയല്ല, PK നവാസിൻ്റെയും ഈ ആൺകോയ്മ നേതാക്കളുടെ നേരെയും നടപടിയെടുക്കുകയും അല്ല ചെയ്തത്. 2024 ചെയ്ത പണി എന്താ വെച്ചാൽ, ഈ പുറത്താക്കപ്പെട്ട ഹരിതയിലെ നേതാക്കളുണ്ടല്ലോ, വനിതാ നേതാക്കൾ, ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് യൂത്ത് ലീഗിൻ്റെ പല കമ്മിറ്റികളിലായിട്ട് പ്രതിഷ്ഠിച്ചു. അതും സഹഭാരവാഹികളൊക്കെ ആയിട്ട്. അതിലൊരാളെ അവരെ അക്കോമഡേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ, ആ 3 പ്രധാനപ്പെട്ട 3 തീപ്പൊരി നേതാക്കളുണ്ടായിരുന്നു. ഒന്ന് ഫാത്തിമ തഹ്ലിയ, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ് ഇവർ 3 പേരും. നജ്മ തബ്ഷീറ, മുഫീദ തസ്നി, 3 പേരാണ്. അതിൽ ഈ ഫാത്തിമ തഹ്ലിയയെ യൂത്ത് ലീഗിൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിമാരിൽ ഒരാളാക്കി. അറിയാലോ, പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും വൈസ് പ്രസിഡന്റും ഒക്കെ കഴിഞ്ഞാൽ പിന്നെയുള്ള കുറേ സെക്രട്ടറിമാരുണ്ടാവും. ആ സെക്രട്ടറിമാരിൽ ഒരാളാക്കി കുട്ടിയെ അക്കോമഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോകാതെ നോക്കി, കൂടെ നിർത്തി. അതുപോലെ തന്നെ മുഫീദ തസ്നിയെ ദേശീയ വൈസ് പ്രസിഡന്റാക്കി. അറിയാലോ, മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റിക്ക് പോലും, കേരള സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വല്ല വിലയും അഖിലേന്ത്യാ കമ്മിറ്റിക്കാണ്. അഖിലേന്ത്യാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒതുക്കലാണ്, അക്കോമഡേഷനാണ്. അറിയാലോ, മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിയേക്കാൾ വലുതാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി. അതാണല്ലോ ലീഗിൻ്റെ ഒരു സ്ട്രക്ചർ. അങ്ങനെയാണ് സത്യത്തിൽ. മലപ്പുറം എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അവിടുത്തെ കമ്മിറ്റിയെക്കുറിച്ച് മാത്രം അവർ പറയുകയും ചെയ്യുന്നതാണ് നല്ലത്. ഒരു പാർട്ടി, ബാക്കിയെല്ലാം പറയുന്നതിൽ കഥയില്ലേ. അപ്പോൾ ഈ രണ്ട് കുട്ടികളെ ദേശീയ കമ്മിറ്റിയിൽ, ഒരാൾ ഈ നജ്മാത്ത്, ഒരാളെ ദേശീയ വൈസ് പ്രസിഡന്റാക്കി, ഒരാളെ ദേശീയ സെക്രട്ടറിയുമാക്കി. എന്ന് പറഞ്ഞാൽ യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി പോലും ആർക്ക് വേണം? യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി തട്ടിപ്പടഞ്ഞുണ്ടാക്കിയ കമ്മിറ്റിയിൽ ഇവരെ അക്കോമഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ലീഗ് തിരിച്ചെടുത്തിരിക്കുന്നു എന്നൊരു ഫീൽ അവർക്ക് ഉണ്ടാക്കി. അത് എന്തിനായിരുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പോഴത്തെ വാർത്തയാണ് 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചല്ലോ. തീർച്ചയായിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. ഇപ്പോൾ പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ല്, പണ്ട് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ
നരസിംഹറാവുവിൻ്റെ കാലത്ത് 92 പാസ്സാക്കി എടുത്തത് കൊണ്ട് അത് കൂടുതലായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാജീവ് ഗാന്ധി ആയിരുന്നല്ലോ. തീർച്ചയായിട്ടും രാജീവ് ഗാന്ധി ആയിരുന്നു. ആ നയമാണ് പിന്നീട് നിയമമായിട്ട് വന്നത്. അതാണ് 96 ഇവിടെ ജനകീയ ആസൂത്രണം വന്നു. അപ്പോഴാണ് ഈ പഞ്ചായത്ത് രാജ് സംവരണമൊക്കെ വന്നത്. ആദ്യം 1/3 ഇപ്പോൾ പകുതിയായല്ലോ. ഇപ്പോൾ പഞ്ചായത്തിലേക്കും നഗരസഭകളിലേക്കും മത്സരിക്കണമെങ്കിൽ, കോർപ്പറേഷനിലേക്കും മത്സരിക്കണമെങ്കിൽ പകുതിയെങ്കിലും സ്ത്രീകൾ വേണം. അതിനു മുമ്പ് ഒരു രാജ്യക്കാരും ഒരു സീറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല. പെൺകുട്ടികൾ മത്സരിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു ജനറൽ സീറ്റിൽ ആരും ഒരു പാർട്ടി ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ. ഒരു തമ്പുരാനും ഒരു ആൺകോയുമൊക്കെ ഒരു ആണധികാരിയും ഒഴിഞ്ഞു കൊടുത്തിട്ട് ഇനി ഈ സീറ്റിൽ ഒരു പെൺകുട്ടി വരട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. സ്വന്തം പെങ്ങന്മാരോ മക്കളോ ഭാര്യയോ നിൽക്കട്ടെ എന്ന് പോലും പറഞ്ഞിട്ടില്ല. നിയമം വന്നപ്പോൾ അതിൻ്റെ കൂടെ നിന്നു. ഇപ്പോൾ ഒടുവിലത്തെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതാ ഹരിത നായികമാർ വീണ്ടും മുൻപന്തിയിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിൻ നടക്കും. ലീഗ് അത് വലിയ കൊണ്ടാടുകയും ചെയ്യാണ്. ഇന്നലെ വരെ ഇവരോട് ചെയ്തത് മറന്നു. ലിംഗനീതിയെക്കുറിച്ച് മറന്നു. പെൺകുട്ടിയുടെ അവകാശത്തെക്കുറിച്ച് മറന്നു. പെൺകുട്ടി കേസ് കൊടുത്തത് വലിയ പാപമായിട്ട് കണ്ടു. ഹരിത എന്ന പേരിൽ പെൺകുട്ടികൾ സംഘടിച്ചത് തന്നെ വലിയ കുറ്റമാക്കി. എന്നിട്ട് ഹരിത പിരിച്ചുവിട്ടു. ഇപ്പോൾ ഈ കുട്ടികൾ മത്സരിക്കുന്നുണ്ട്. ഫാത്തിമ തെഹ്ലിയെക്കുറിച്ചുള്ള വാർത്ത എന്നും പത്രത്തിൽ വരുന്നുണ്ട്. ഇന്നുണ്ട്. ഫാത്തിമ തെഹ്ലിയ കോഴിക്കോട്ടുകാരിയാണ്. കുറ്റിച്ചിറ ആണ് അവരുടെ നാട്. പഴയ പരമ്പരാഗത മുസ്ലിം കേന്ദ്രമാണ്. ആ വാർഡിൽ നിന്ന് ഇവർ മത്സരിക്കുന്നു. എങ്ങോട്ട്? കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു വാർഡിൽ മത്സരിക്കാനാണ് ഇവരെ അക്കോമഡേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഒന്ന് മാത്രമല്ല, ഒരു പക്ഷേ UDF അധികാരത്തിൽ വന്നാൽ അവിടെ വൈസ് ചെയർമാനായിട്ടൊക്കെ വൈസ് ചെയർപേഴ്സണായിട്ടൊക്കെ ഇവളെ അങ്ങനെ പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ ആൾ ഈ മുഫീദ നജ്മ തബ്ഷീറയാണ്. അവൾ മലപ്പുറത്തുകാരിയാണ്. പെരിന്തൽമണ്ണയിലേക്കാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഇവൾ ശരിക്കും കോട്ടക്കൽക്കാരിയാണ്. പെരിന്തൽമണ്ണയിലേക്കാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇവൾക്കൊരു സീറ്റ് കൊടുത്തു. അവളെ മത്സരിപ്പിക്കും. നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അതൊന്ന് ഉറപ്പുവരുത്തി അവളെ വേണ്ടി വന്നാൽ പ്രസിഡന്റ് ആക്കുമെന്നൊക്കെയുള്ള ഓഫറും കൊടുത്തിട്ട് അവളെയും അക്കോമഡേറ്റ് ചെയ്ത് നിർത്തി. മുഫീദ തസ്നി വയനാട്ടുകാരിയാണ്. അവൾ വയനാട് ജില്ലാ പഞ്ചായത്തിലേക്ക് ലീഗിന് വനിതാ സംവരണം ചെയ്തൊരു സീറ്റ് കിട്ടി. തരുവണയാണ് സീറ്റ്. ആ സീറ്റിൽ ഇവളെയും നിർത്തി. ഇപ്പോൾ ലീഗ് അവകാശപ്പെടുന്നത് ഇതാ വീരശൂര പോരാളികളായ ഹരിത സമരഭടികളെ ഞങ്ങൾ തിരിച്ചെടുത്തു എന്ന് മാത്രമല്ല അവർക്ക് വലിയ അംഗീകാരം കൊടുത്തിരിക്കുന്നു എന്നാണ്. ഈ പൊളിറ്റിക്സിൽ ലീഗ് വല്ലാതെ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ലീഗ് പൊളിറ്റിക്സിനെ കുറെ കൂടി ആഴത്തിൽ അറിയുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പിയേഴ്സൺ മാഷ് എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയത്തെ കാണുന്നത്? മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം കേരളം ഗൗരവപൂർവ്വം പഠിക്കേണ്ടതെന്നാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പലരും. കാരണം മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല എന്ന് പറയുകയും എന്നാൽ മുസ്ലിങ്ങളല്ലാത്ത ആരും തന്നെ അതിൻ്റെ നേതൃത്വ സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റെല്ലാ മേഖലകളിലും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. മത്സരിക്കാൻ വേണ്ടി മാത്രം ചില പട്ടികജാതിക്കാരെ പോറ്റുന്നുണ്ട്. സംവരണ സീറ്റിൽ മത്സരിക്കാൻ അതിൻ്റെ പ്രസക്തമായ കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതില്ല. എനിക്കെപ്പോഴും അതിനോട് താല്പര്യം തോന്നിയിട്ടുള്ളത് മുസ്ലിം ലീഗ് കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് തീവ്രവാദ മുസ്ലിം രാഷ്ട്രീയത്തിനെതിരാണ് എന്നുള്ളതാണ്. അതെ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായ ഒരു കാര്യം. പക്ഷേ അവർ ഇനിയും ഒരുപാട് നമ്മുടെ രാഷ്ട്രീയത്തിലേക്കും രാഷ്ട്രീയത്തിൻ്റെ സമഗ്രമായിട്ടുള്ള പുരോഗമന സ്വഭാവത്തിലേക്കും കടന്നു വരേണ്ടത് ആവശ്യമാണ്. മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല എന്ന് അവരെക്കാൾ കൂടുതലായിട്ട് പറയുന്നത് അവരേത് പാർട്ടിയുടെ ഘടകകക്ഷിയായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ CPM-ൻ്റെ കൂടെ നിന്ന് CPM പറയും അവരെ ഏറ്റവും നല്ല മതേതര പാർട്ടിയാണെന്ന് പറയും. കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നത് കോൺഗ്രസ് പറയും. പക്ഷെ നമുക്കറിയാം അതിനൊരു സ്വഭാവം എന്ന് പറയുന്നത് ആ മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം ഉൾക്കൊള്ളുകയും അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സവിശേഷത അതിന് നിലനിൽക്കുന്നുണ്ട്. ആ സവിശേഷതയെ ഒഴിവാക്കിക്കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് നമുക്കതിനെ കാണാനായിട്ട് കഴിയില്ല. പക്ഷേ ഞാനതിൻ്റെ നല്ല വശം പറഞ്ഞത് അത് നമ്മളുടെ ഈ മതേതര സമൂഹത്തിൻ്റെ താല്പര്യങ്ങളെയും അതേപോലെ തന്നെ അതിൻ്റെ രാഷ്ട്രീയത്തേക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പ്രാപ്തമാകുന്ന തരത്തിലേക്ക് പല കാര്യങ്ങളിലും അവർ നിലപാടുകൾ എടുക്കാറുണ്ടെന്നുള്ളതാണ്. അതാണ് നമുക്ക് സ്വീകാര്യമായിട്ട് തോന്നുന്നൊരു കാര്യം. പക്ഷേ ജെൻഡർ പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ ജെൻഡർ പൊളിറ്റിക്സ് എന്താണ്? അത് വളരെ കാര്യമായി പരിശോധിക്കേണ്ടതാണ്. ആ പാർട്ടിയുടെ മാത്രമല്ല, എല്ലാ പാർട്ടികളുടെ കാര്യത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ജെൻഡർ ഇഷ്യൂ ഉണ്ട്. കാരണം വെച്ചാൽ എല്ലാ പാർട്ടികളും പുരുഷാധിപത്യ പാർട്ടികളാണ്. പാട്രിയാർക്കിയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത. എല്ലാ അധികാരവും ആണുങ്ങളിൽ നിക്ഷിപ്തമായിരിക്കണം എന്നുവെച്ചാൽ ആണത്വമാണ് പാർട്ടിയുടെ മുഖമുദ്ര എന്ന നിലക്കാണ് ഇവരെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളോട് മുസ്ലിം ലീഗ് പുലർത്തുന്ന സമീപനം അതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല. ഈ ഹരിത എന്ന് പറയുന്ന മുസ്ലിം വിദ്യാർത്ഥികളുടെ സംഘടന അതിനെന്ത് പേരിട്ടു എന്ന് ഞാൻ സാറിനോട് തന്നെ ചോദിച്ചാണ്. അപ്പോൾ അത് മുസ്ലിം
രാഷ്ട്രീയത്തിൻ്റെ ഒരു നിറം എന്ന് പറഞ്ഞ പച്ചയാണ്. അർത്ഥത്തിൽ മാത്രമാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേര് ഹരിതയായി കിടക്കട്ടെ എന്നാണ്. അല്ലാണ്ട് നമ്മുടെ ഹരിത രാഷ്ട്രീയമുണ്ട്. അതായത് ഹരിത രാഷ്ട്രീയം ഒന്നും ഈ ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് മുസ്ലിം ലീഗ് ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഗ്രീൻ പൊളിറ്റിക്സും ലീഗും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അവർ പരിശോധിക്കേണ്ടതാണ്. അതെ, തീർച്ചയായിട്ടും ഹരിത രാഷ്ട്രീയത്തിന് ഒരു പ്രസക്തിയുണ്ട്. കാരണം നമ്മളുടെ ഇന്നത്തെ കാലം വലിയ പ്രതിസന്ധികൾ നമ്മളുടെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം അതുകൊണ്ട് ഒരു ഒരു ഇക്കോളജിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തേക്കും കടന്നു വരേണ്ടതാണ്. നേരത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് അന്യമായിരുന്നു. കാരണം അവർക്ക് അതിൻ്റെ പ്രാധാന്യം കഴിഞ്ഞിരുന്നില്ല. അവർ അതിനോട് ഒപ്പം ചേർന്ന് നിന്നിരുന്നില്ല. അവരുടെ മുദ്രാവാക്യം വികസനമാണ്. വികസനം എന്ന് പറഞ്ഞാൽ ഭൂമി തുറക്കലാണ്. അപ്പോൾ ഭൂമിയെ നശിപ്പിക്കുക, കുന്നിടിച്ച് നിരത്തുക, അതിൻ്റെ ഫലമായിട്ട് രൂപപ്പെടുന്നതായിട്ടുള്ള വികസനം എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊണ്ടുനടന്നിരുന്നത്. പക്ഷേ പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലായി ഈ ഇക്കോളജിക്കൽ കൺസെപ്റ്റിനെ ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഹരിത രാഷ്ട്രീയത്തെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ മുന്നോട്ട് പോക്ക് അസാധ്യമാണ്. കാരണം എന്താണ്? മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥ തകർന്നിടത്ത് ഒരിക്കലും ഒരു രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് വളർന്ന് വികസിക്കാൻ കഴിയില്ല. അപ്പോൾ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് ഊന്നൽ കൊടുക്കണം എന്ന് അവർക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഇല്ലെങ്കിൽ പോലും അവർ അത് ഏറ്റെടുക്കാനായിട്ട് ബാധ്യസ്ഥമായൊരു കാലത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഹരിത എന്ന് പറയുന്ന പേര് അവർ സ്വീകരിച്ചതിൽ ആ രാഷ്ട്രീയത്തിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത് എന്ന് മോഹിച്ചു പോയി. അപ്പോൾ അതെ അത് നമ്മളുടെ ഒരു മോഹം, നമ്മളെ ആഗ്രഹമാണ്. കാരണം നമ്മുടെ സമൂഹത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം അങ്ങനെയൊക്കെ വളർന്നു വന്നത്. മുസ്ലിം ലീഗ് എടുത്ത ഒരു വളരെ മോശമായിട്ടുള്ളൊരു നിലപാട് എനിക്ക് പലപ്പോഴും തോന്നി. ഈ ജെൻഡർ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനറൽ ന്യൂട്രൽ യൂണിഫോമിനെ കുറിച്ചിട്ട് നമ്മുടെ സർക്കാർ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് വന്ന സമയത്ത് വളരെ പ്രമുഖനായിട്ടുള്ളൊരു നേതാവ് ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ, എങ്കിൽ പിന്നെ പിണറായി വിജയന് മുണ്ടും ബ്ലൗസൊക്കെ ഇട്ട് വന്നുവിടുന്നു ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദിക്കുന്ന വളരെ മോശമായ സമയപരിഷ്കാരത്തെ എതിർത്തു. മാത്രമല്ല കുട്ടികളുടെ ഈ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 16 ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു. ഇതൊക്കെ എങ്ങനെയാണ് നമ്മളുടെ ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു ഹൃദയമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു എസെൻഷ്യൽ പൊളിറ്റിക്സ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം 16 വയസ്സിൽ കല്യാണം കഴിച്ചു വിടണം എന്ന് ഇവർ എങ്ങനെ പറയും, എങ്ങനെ ധൈര്യപ്പെടും? അല്ല, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സാർ എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിന് സാറി പറഞ്ഞ പോസിറ്റീവ് സംഗതിയൊക്കെ ഉണ്ട്. പ്രോഗ്രസീവായ ഒരു മുഖമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിലായ ഒരു മുഖമുണ്ട്. അവർ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്, അവർ തീവ്രവാദ ലൈനിലേക്ക് ഒരിക്കലും പോയവരല്ല. മാത്രമല്ല ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാകാൻ പാടില്ല എന്ന് ശക്തമായി നിലപാടുള്ളവരാണ്. പക്ഷെ 2 കാര്യങ്ങളാണ് അപകടം പറ്റിയിരിക്കുന്നത്. ഒന്ന്, അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ഈ യാഥാസ്ഥിക മുസ്ലിം സംഘടനകൾ. അതുകൊണ്ട് അവരെ പിണക്കാൻ വയ്യ. സമസ്തയുടെ പ്രമുഖനായ ഒരു നേതാവാണ്. SLC പാസ്സായ ഒരു കുട്ടി സമ്മാനം വാങ്ങാൻ വേണ്ടി വേദിയിലേക്ക് വരുമ്പോൾ അടുക്കരുത്, ഇറങ്ങിപ്പോ എന്ന് പറയുന്നത്. അവർക്ക് അതിനെ പ്രതിഷേധിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് അവരൊരു പ്രശ്നം. രണ്ടാമത്തെ ഒരു കാര്യം വന്നിട്ടുണ്ട്, സാറ് കാണാത്തൊരു അപകടമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലും സ്വഭാവത്തിലും ഒക്കെ ഈ മതേതരമായ ഒരു മുഖം അവർ കൃത്യമായി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും അടുത്ത കാലത്ത് മുസ്ലിം ലീഗിൻ്റെ നയപരിപാടികളെ സ്വാധീനിക്കുന്നത് പലപ്പോഴും ഈ തീവ്രവാദ ഗ്രൂപ്പുകളാണ്, അവരുടെ മാധ്യമങ്ങളാണ്. ആ ഒരു നിലപാട് മുസ്ലിം ലീഗിൻ്റെ പോലും പ്രസ്താവനകളിലും പ്രസംഗങ്ങളിലും ഒക്കെ വല്ലാതെ വരുന്നുണ്ട്. അതായത് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിരുന്ന ഈ പുരോഗമനപരമായിട്ടുള്ള സ്വഭാവത്തെ പോലും അധികാരത്തിന് വേണ്ടി അവർക്ക് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് KM ഷാജിയുടെ വിഖ്യാതമായൊരു പ്രസംഗം. മതമാണ് കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള പ്രസംഗങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യം ഇതാണ്: എന്താണ് നമ്മുടെ ഈ ഹരിത പെൺപട എന്ത് നേടി? അവർക്ക് ഒന്ന്, അവരാവശ്യപ്പെട്ട നീതി, അവരെ ഉപദ്രവിച്ച, അവരെ ആക്ഷേപിച്ച MSFന്റെ നേതാക്കന്മാർ ഇപ്പോഴും വലിയ രാജാക്കന്മാരായ അതിനകത്ത് തന്നെയുണ്ട്. MSFന് ഒരു പോറലും പറ്റിയില്ല. പരാതി ഉന്നയിച്ച ഹരിത പിരിച്ചുവിട്ടു. ഹരിതയ്ക്ക് എന്ത് സംഭവിച്ചു? ഹരിത ഇല്ലാതെയാണ് ഞങ്ങളിപ്പോഴും ഹരിതയുടെ നേതാക്കന്മാരാണെന്ന് ഇവർ പറയുന്നത്. 2, ഇവരെ ഹരിതയെ പുനഃസ്ഥാപിക്കാതെ, കുറ്റവാളികളെ ശിക്ഷിക്കാതെ, ലിംഗനീതി കിട്ടാതെ, ഇവർക്ക് പഞ്ചായത്തിൽ അക്കോമഡേഷൻ കൊടുത്തു, ഞങ്ങളുടെ തിരിച്ചുവരവാണെന്ന് പറയുന്നതിൽ എന്ത് കാര്യമുണ്ട്? പഞ്ചായത്തിൽ അക്കോമഡേഷൻ കൊടുത്തത് ഔദാര്യമൊന്നുമല്ല. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പുതിയ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്നത് ഈ ഫ്രീബീസ് പൊളിറ്റിക്സ് ആണല്ലോ. ഫ്രീബീസ് പൊളിറ്റിക്സിൻ്റെ ഒരു പാർട്ടായിട്ട് ഈ പെൺകുട്ടികൾക്ക് അവിടെ ഇവിടെയൊക്കെ മത്സരിക്കാനായിട്ട് ചില അപകർഷങ്ങൾ വെച്ചു കൊടുത്തു എന്ന് മാത്രമേ നമ്മളതിനെ കണക്കാക്കേണ്ടതുള്ളൂ. അത് തിരിച്ചറിയാൻ പറ്റാത്തതായിട്ടുള്ള ആ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഐഡിയോളജിക്കൽ ബേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവരെന്തിനു വേണ്ടിയാണ് പോരാടിയത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകാൻ പോലും ഇപ്പോൾ അവർ അപ്രാപ്തരാണ്. അവരുടെ യഥാർത്ഥ ലിംഗനീതിക്ക് വേണ്ടിയുള്ള സമരത്തെ ബലി കൊടുത്താണ് അവർ ഈ ചില്ലറ. അതെ, അതായത് അപ്പക്കഷ്ണങ്ങൾ കൊടുത്താൽ
സാധാരണ നമ്മൾ ബ്രത്തിൻ്റെയൊക്കെ കവിതകൾ ചോദിച്ചു, ഞങ്ങൾക്ക് അപ്പത്തുണ്ടുകൾ പോരാ, ഞങ്ങൾക്ക് മുഴുവൻ അപ്പം വേണം എന്ന് പറയുന്ന ഒരു ജനതയുണ്ടായിരുന്നു. ശരിക്കും അതാണ് പറയേണ്ടത്. അതെ, അതാണ് വേണ്ടത്. ആ തരത്തിൽ മാറാനായിട്ട് കഴിയാത്ത, എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് ഇവരൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും അതേപോലെ തന്നെ ലിംഗനീതിയെക്കുറിച്ചുള്ള കൺസെപ്റ്റുകൾ നല്ല രീതിയിൽ ഉൾക്കൊള്ളുകയും ചെയ്ത് മുസ്ലിം സമൂഹത്തെ തന്നെ പുനർനിർമ്മിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യുന്ന ഹരിത രാഷ്ട്രീയത്തിന്റെ നിർവചനം തന്നെ മാറിയിരിക്കുന്നു എന്ന് അവർ പഠിക്കട്ടെ. അങ്ങനെ അതിൻ്റെ ഒരു നേതൃത്വത്തിലേക്ക് അവർ വരേണ്ടതാണ്. അങ്ങനെ നേതൃത്വത്തിലേക്ക് വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻട്രാക്റ്റീവ് പൊളിറ്റിക്സ് ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് നൽകി കഴിഞ്ഞാൽ അത് കുറച്ച് ഗുണകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു. മുസ്ലിം സമുദായത്തിനകത്ത് വളർന്നു വരുന്ന പുതിയ പെൺകുട്ടികൾക്ക് ഇതൊരു പാഠമാകട്ടെ. ഇതല്ല ഹരിതയുടെ നീതി, ഇതല്ല ഹരിത നീതി. യഥാർത്ഥത്തിൽ നേടേണ്ടത് എന്താണ്? ലിംഗനീതിയാണെങ്കിൽ അത്, പാരിസ്ഥിതികമായ നീതിയാണെങ്കിൽ അത്, അതിനായിരിക്കണം ഹരിത എന്ന പേര് കൊടുക്കേണ്ടത്. ഹരിത എന്ന വേദി പോലും വേണ്ട എന്ന് പറഞ്ഞവർ ഏതെങ്കിലും പഞ്ചായത്തിൻ്റെ മൂലയ്ക്ക് ഒരു സീറ്റ് കൊടുത്ത് ഇവരെയും മയക്കി കിടത്താം എന്ന് മോഹിക്കുന്നത് യഥാർത്ഥത്തിൽ പെൺകുട്ടികളുടെ സമരവീര്യത്തെ കൃത്യമായി മയക്കുവെടി വെച്ച് തകർക്കുന്നതിന് തുല്യമാണ്. അത് അവർ തിരിച്ചറിയുന്നില്ല എന്നതാണ് ഈ ഹരിത പോരാളികളുടെ. അവർ തിരിച്ചറിഞ്ഞില്ലെങ്കിലും സമൂഹത്തിലെ മറ്റു സ്ത്രീകൾ തിരിച്ചറിയണം, നല്ലതാണ്. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.